2-ാം വാക്യം വായിക്കുമ്പോൾ യേശു അങ്ങോട്ട് പറയുകയാണ്, ഈ പുരുഷാരം 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. എന്നും നമ്മളോട് അലിവ് തോന്നുന്ന ഒരു നല്ല ദൈവം. യേശുക്രിസ്തു മനസ്സലിവുള്ള ദൈവമാണ്. യേശുക്രിസ്തു ഒരു ക്രൂരനല്ല, ഒരു കഠിനനല്ല. യേശു സ്നേഹവാനാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും കിട്ടിയില്ലെങ്കിലും, പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പക്ഷെ ഒരിക്കലും ദൈവത്തെ ക്രൂരനായി കാണരുത്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കാം. വലിയ കടബാധ്യതകളോ രോഗങ്ങളോ പ്രതിസന്ധികളോ മറ്റെന്തും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ ദൈവത്തെ ക്രൂരനായി കാണരുത്. കാരണം ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല പ്രിയരെ. നമുക്ക് കുറേ ദോഷം തന്ന് നമ്മെ പരീക്ഷിക്കുന്നവനല്ല ദൈവം. ഞാൻ അവർ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴി വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ. ദൂരത്തുനിന്നും ചാരത്തുനിന്നും വന്നവരെ എല്ലാം അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊരു ചർച്ചിലോ ഒരു പ്രാർത്ഥന സമൂഹത്തിൽ പോകുമ്പോൾ നിങ്ങൾ എത്ര ദൂരത്തു നിന്നാണ് വന്നത്, എത്ര കഷ്ടപ്പാട് സഹിച്ചാണ് വന്നതെന്ന് അതിൻ്റെ നടത്തിപ്പുകാരോ പ്രസംഗകരോ അറിയണമെന്നില്ല. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പ്രിയരെ, യേശു അറിഞ്ഞാൽ പോരെ. യേശു എല്ലാം അറിയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള ആത്മീയമായ മൂല്യമുള്ള കാര്യങ്ങളിൽ നാം ആശ്വാസം കണ്ടെത്തണം. അല്ലെ, അവർ കണ്ടില്ല, ഇവരെന്നെ കണ്ടില്ല, ദേവദാസൻ എന്നോട് മിണ്ടിയില്ല, ചിരിച്ചില്ല, എൻ്റെ ക്ഷേമം അന്വേഷിച്ചില്ല. ഇങ്ങനെയുള്ളതായ ബാലിശമായതും താഴ്ന്ന നിലവാരത്തിലുള്ളതായ ചിന്താഗതികൾ വിട്ടിട്ട് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ യേശു എന്നെ കാണുന്നു എന്നുള്ള ആ ഉറപ്പും ധൈര്യവും നേടി ആത്മീയമായ ഉയർന്ന ചിന്താഗതികൾ നാം വച്ചു പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്.